ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദുലാറ്റിയുമായി ആന്റണി ബ്ലിങ്കൻ ഫോണിൽ സംസാരിച്ചു. സിറിയൻ വിഷയങ്ങളും ചർച്ചയായതായി സൂചന. ഈജിപ്തും ഖത്തറുമാണ് മോചനത്തിന് മധ്യസ്ഥത വഹിക്കുന്നത്. അതിനിടെ ഇസ്രായേലിലേക്ക് അയച്ച 2 മിസൈലുകൾ സേന നിർവീര്യമാക്കി. ഹമാസ് ബന്ദികളാക്കിയ ഇസ്രായേൽ പൗരന്മാരുടെ മോചനം സംബന്ധിച്ച് ആന്റണി ബ്ലിങ്കൻ ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രിയുമായി ടെലിഫോണിൽ സംസാരിച്ചു. ഈജിപ്ഷ്യൻ വിദേശകാര്യമന്ത്രി ബദർ അബ്ദലാറ്റിയുമായി നടന്ന സംഭാഷണത്തിൽ സിറിയയിലെ സംഭവവികാസങ്ങളും കടന്നുവന്നു. സിറിയയിൽ പുതിയ ജനാധിപത്യ ഭരണ സംവിധാനം സ്ഥാപിക്കുന്നത് സംബന്ധിച്ച് അറബ് രാജ്യങ്ങളുമായി ബ്ലിങ്കൻ ചർച്ച നടത്തുമെന്നാണ് സൂചന. ബന്ദികളുടെ മോചനം സംബന്ധിച്ച് അന്തിമ ധാരണ ഉടൻ ഉണ്ടാകുമെന്നും സൂചനകൾ പുറത്തുവരുന്നുണ്ട്. ഖത്തറും ഈജിപ്തും ഇക്കാര്യത്തിൽ ഹമസുമായി ചർച്ചകൾ തുടരുകയാണ്. ജനുവരി 20 മുമ്പ് ബന്ദികളുടെ മോചനം സാധ്യമാക്കണമെന്ന് ട്രംപ് ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് ചർച്ചകൾ വീണ്ടും സജീവമായത്. അതിനിടെ മറ്റൊരു ബന്ദിയുടെ ദൃശ്യങ്ങൾ കൂടി ഹമാസ് പുറത്തുവിട്ടു. അതേസമയം ഇസ്രായേലിലേക്ക് ഹൂതി വിമതർ അയച്ച 2 മിസൈലുകൾ നിർവീര്യമാക്കിയതായി പ്രതിരോധ സേന അറിയിച്ചു. ഇസ്രായേൽ അതിർത്തിയിൽ എത്തുന്നതിന് മുൻപേ മിസൈലുകൾ തകർത്തതായാണ് വിശദീകരണം. ഒരിടവേളയ്ക്ക് ശേഷം ഹൂതി വിമതർ വീണ്ടും ഇസ്രായേലിനെതിരെ ആക്രമണം പുനരാരംഭിച്ചിരിക്കുകയുമാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ജനം.